അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരുവാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിൽ നിന്നുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ട് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സത്യാത്മാവിൻ്റെ പ്രവർത്തനത്തെ ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതെന്ന് ഈ ദിനങ്ങളിലെല്ലാം നാം സുവിശേഷത്തിലൂടെ ധ്യാനിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം ഏറ്റവും മനോഹരമായി സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ ഏറ്റവും വിശ്വസ്തതയുള്ള ദൈവമക്കളായി നിലകൊള്ളുവാൻ സാധിക്കുള്ളൂ. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന് യേശു പറയുന്നു. നാം യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ്. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദൈവ മക്കളായ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും അഭിഷേകത്തിലുമാണ് ജീവിക്കേണ്ടത്. തിന്മയുടെയും പാപത്തിൻ്റെയും ബലങ്ങളിൽ വീണു പോകാതിരിക്കാൻ നമ്മൾ ആദ്യ സ്നേഹത്തിൻ്റെ പൂർണ്ണതയും പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ച കൃപകളും നാം അനുദിനം നവീകരിക്കുക തന്നെ വേണം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ് അനുദിനം നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വത്സല മക്കളായി നിലകൊള്ളുക തന്നെ ചെയ്യും. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കളായി തീരാൻ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരങ്ങളും കൃപകളും നമുക്ക് യാചിക്കേണ്ടതുണ്ട്. തിന്മയുടെയും പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ബലങ്ങളെ ഉപേക്ഷിക്കുവാൻ ആത്മാവിൻ്റെ ചൈതന്യം നമുക്ക് നൽകപ്പെടും. ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠമാണിത്. ക്രിസ്തുവിൻ്റെ ശക്തിയും ബലവും ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ മഹത്തായ കൃപകൾ നമുക്ക് ബോധ്യമാവുക. ലോകത്തിന് ക്രിസ്തു നൽകിയ ഏറ്റവും ബലമുള്ള, നിത്യമായി നിലകൊള്ളുന്ന ഏറ്റവും മഹത്തായ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഈ ലോകത്തിൻ്റെ എല്ലാ തിന്മകളെയും അതിജീവിക്കുവാൻ ബലമുള്ള ഈ കൃപ നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവമക്കൾക്കുള്ള സ്നേഹവും സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ സാധ്യമാകുന്നു. യേശു പറയുന്നു, ഇനി ഞാൻ അനേക കാര്യങ്ങൾ നിങ്ങളോട് പറയുകയില്ല, കാരണം അവയൊന്നും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഈ വാക്കിൻ്റെ അർത്ഥം എന്തെന്നോ, ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ദൈവവചനം ശ്രവിക്കുവാനോ സ്വീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ നമുക്ക് സാധ്യമല്ല എന്നാണ്. നാം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി രൂപാന്തരപ്പെടുകയും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവിധം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, ഒരു നവചൈതന്യം എന്നെ സൃഷ്ടിക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നാം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന കൃപയായി രൂപാന്തരപ്പെടും. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, യഥാർത്ഥത്തിൽ നാം നിലകൊള്ളുന്നത്, ജീവിക്കുന്നത് ആത്മാവിൻ്റെ ചൈതന്യത്തിന് ഒത്താണോ? ആ ചൈതന്യത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ, തിരുവചനത്തിലൂടെ, പരിശുദ്ധമായ കൂദാശയിലൂടെ വീണ്ടും ആ ചൈതന്യം നേടിക്കൊണ്ട് അവൻ്റെ കൃപയുടെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാം. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ദൈവമക്കളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.